सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। ओम श्री गुरुभ्यो नमः। ओम नमः शिवाय। ओम श्री महादेव्यै नमः। ओम नमो भगवते वासुदेवाय। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. വളരെ സന്തോഷം എല്ലാവരെയും കാണുന്നതിൽ. 101 ദിവസത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ശങ്കര സ്തോത്ര തരംഗിണി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ ഷഡ്പദി സ്തോത്രം. അത് ആസ്വദിക്കുമ്പോഴാണ് അതിൻ്റെ ഗാംഭീര്യം, മനോഹാരിത ഇതെല്ലാം നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. പലരും എന്നെ വിളിച്ചതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷം. എന്നുവെച്ചാൽ ഇങ്ങനെ പ്രാർത്ഥനാ ഷഡ്പദി എന്ന് കേട്ടിട്ടുണ്ട് പലരും. അതിൻ്റെ പുസ്തകങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് എവിടെയും കിട്ടിയിട്ടില്ല. എത്ര ശ്ലോകങ്ങളാണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ 7 ശ്ലോകങ്ങളെ ഉള്ളൂ എന്ന് മനസ്സിലായി. അത് ഇത്രയും മനോഹരമാണെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് ഫീഡ്ബാക്ക് പല വഴിക്ക് വിളിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ വളരെ സന്തോഷം അത് കേൾക്കുന്നതിൽ. നമുക്ക് ഇനിയും ആസ്വദിക്കാം. ഇപ്പം നമ്മൾ എവിടെ എത്തിയില്ല. ഷഡ്പദി, പ്രാർത്ഥനാ ഷഡ്പദിയുടെ 3-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കടമ്പ കടക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള പ്രയോഗങ്ങളാണ് ആദിശങ്കര ഭഗവത്പാദരുടെ. അല്ലെ, ഓരോ ശ്ലോകവും ഓരോ സാഗരം പോലെ അത് നീന്തി കടക്കണം നമ്മൾ. 7 ശ്ലോകങ്ങൾ കഴിയുമ്പോൾ 7 സമുദ്രങ്ങളും നീന്തിക്കടന്നതായിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ടാവും. അത്രയും അഗാധ ഗംഭീരം. നമുക്കൊന്ന് ആദ്യം പാരായണം ചെയ്യാം, എന്നിട്ട് അതിലേക്ക് വരാം. ഓം അവിനയമപനയ വിഷ്ണോ ദമയ മനഃ ശമയ വിഷയ മൃഗതൃഷ്ണാം ഭൂതദയാം വിസ്താരയ താരയ സംസാരസാഗരതഃ. ദിവ്യധുനീഃ മകരന്ദേ പരിമള പരിഭോഗ സച്ചിദാനന്ദേ ശ്രീപദി പദാരവിന്ദേ ഭവഭയഖേദച്ഛിദേ വന്ദേ. സത്യവിഭേദാപഗമേ നാഥ തവാഹം നമാമഗീനസ്ത്വം സാമുദ്രോപി തരംഗഃ ക്വചന സമുദ്രോ ന താരംഗഃ.
ഉദ്ധൃതനഗ നഗഭിതനുജ ധനുജകുലാമിത്ര മിത്ര ശശിദൃഷ്ടേ ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതി തിരസ്കാരഃ മത്സ്യാദിഭിരവതാരൈഃ അവതാരവതാവതാ സദാ വസുധാം പരമേശ്വര പരിപാല്യോ ഭവതാ ഭവതാപഭീതോഹം ദാമോദര ഗുണമന്ദിര സുന്ദര വദനാരവിന്ദ ഗോവിന്ദ ഭവജലധി മദന മന്ദര പരമം ദരമപനയത്വം മേ നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ ഇതി ഷട്പദീ മദീയേ വദന സരോജേ സദാ വസതു നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ ഇതി ഷട്പദീ മദീയേ വദന സരോജേ സദാ വസതു ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം പ്രാർത്ഥനാ ഷട്പദീ സ്തോത്രം സമ്പൂർണം. ഓം. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ 2 ദിവസമായിട്ട് തടഞ്ഞു നിൽക്കുന്നത്. എത്ര പറഞ്ഞാലും തീരില്ല. കാരണം മുഴുവൻ വേദശാസ്ത്രങ്ങളുടെയും ഇതിഹാസ പുരാണങ്ങളുടെയും ഒക്കെ സാരമായിട്ടുള്ള ആശയമാണ് ഈ 3-ാം ശ്ലോകത്തിൽ ആദിശങ്കര ഭഗവത്പാദര് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. ആദിശങ്കര ഭഗവത്പാദരെ പോലെ കാര്യങ്ങൾ സംഗ്രഹിക്കാൻ സാമർഥ്യമുള്ള ഒരു കവി വേറെ ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ ഭാഷ്യങ്ങൾ പഠിക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്. ഉപനിഷത്ത് ഭാഷ്യങ്ങളും ഭഗവത്ഗീതാ ഭാഷ്യവും ബ്രഹ്മസൂത്ര ഭാഷ്യവും നമ്മൾ നോക്കിയാൽ ആദിശങ്കര ഭഗവത്പാദര് എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തന്നെ, ആ ക്ലാരിറ്റി ആൻഡ് ബ്രിവിറ്റി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യം പറയുക, അതാണ് ഭാഷ്യത്തിൻ്റെ ഒരു ശൈലി. ആ ഭാഷ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾക്ക് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. നമ്മളും കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ ആദിശങ്കര ഭഗവത്പാദരുടെ ഒരു ക്ലാരിറ്റിയും ബ്രിവിറ്റിയും നമുക്കും വന്നു ചേരും. അത്രയ്ക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ ശൈലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്തോത്രകൃതികളിൽ പക്ഷെ അദ്ദേഹം അങ്ങനെ ബ്രിവിറ്റി എന്നുള്ളത് ഒതുക്കാറില്ല. ക്ലാരിറ്റി ഉണ്ട്, വാചാലനാവും. കാരണം സ്തുതി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സ്തുതിക്കാനുള്ളതാണ്. അപ്പോൾ ആ സ്തുതി എത്ര വേണമെങ്കിൽ മനോഹരമായി ചമൽക്കാരങ്ങളോടെ വർണ്ണിക്കാം. സ്തുതി എന്ന് പറഞ്ഞാൽ ചമൽക്കാരങ്ങളാണല്ലോ. അപ്പോൾ ഒരാശയത്തെ കൂടുതൽ മനോഹരമാക്കലാണ് സ്തുതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സ്തുതികളാണ് സൗന്ദര്യലഹരി, ശിവാനന്ദലഹരി, അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള സ്തുതികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശിവഗംഗ പ്രയാതം, അങ്ങനെയുള്ള വലിയ സ്തുതികളൊക്കെ കുറെ കൂടി വാചാലനായിട്ട് അദ്ദേഹം ആസ്വദിക്കണം. അദ്ദേഹത്തിലെ കവിത്വം അവിടെ ഒഴുകുകയാണ്. എന്നാൽ ഇവിടെ ഈ ഷഡ്പദി സ്തോത്രത്തിൽ അദ്ദേഹം ശാസ്ത്രങ്ങളുടെ, പ്രാർത്ഥനകളുടെ ഒക്കെ സാരത്തെ ഉദ്ധരിച്ച്, എങ്ങനെയാണോ ഒരു വണ്ട് തേൻ കുടിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ഷഡ്പദി എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഒരു വണ്ടിനെ പോലെ അല്ലെങ്കിൽ ഒരു തേനീച്ചയെ പോലെ ശാസ്ത്രങ്ങളുടെ മുഴുവൻ സാരത്തെ നമുക്ക് ഉദ്ധരിച്ച് നൽകുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഗഹനത, ആഴവും പരപ്പും ഇതേ ആദിശങ്കര ഭഗവത്പാദർ തന്നെയാണ് ധൈര്യമായിട്ട് പ്രഖ്യാപിച്ചത്. അർദ്ധശ്ലോകേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിഹി. ഗ്രന്ഥകോടികളെ കൊണ്ട് പറഞ്ഞ കാര്യങ്ങളെ ഞാൻ വേണമെങ്കിൽ ശ്ലോകം കൊണ്ട് പ്രഖ്യാപിക്കാം. പ്രവക്ഷ്യാമി, ഞാൻ പ്രകർഷേണ വക്ഷ്യാമി, വ്യക്തമാക്കാം എന്ന് പറഞ്ഞു.
ഇത് ആമുഖം പറഞ്ഞിട്ട് അരശ്ലോകം കൊണ്ട് കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ഇത്രയേ ഉള്ളൂ സർവശാസ്ത്രങ്ങളുടെയും മർമ്മമായിട്ടുള്ള കാര്യം എന്ന് അരശ്ലോകം കൊണ്ട് കാര്യം പറഞ്ഞു. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. പക്ഷേ ആദിശങ്കര ഭഗവത്പാദരുടെ ഈ ഒരു അരശ്ലോകം നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ സർവശാസ്ത്രങ്ങളും നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ വായിൽ വന്ന വിഡ്ഢിത്തരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കും. ഈ മിഥ്യ എന്നുള്ള ശബ്ദത്തിൻ്റെ ഒന്നും അർത്ഥം അറിയാത്ത മൂഢന്മാരാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്താണ് മിഥ്യ എന്ന് പറഞ്ഞാൽ? തീരെ ഇല്ലാത്തത്, മുയലിൻ്റെ കൊമ്പ് പോലെ, ആകാശകുസുമം പോലെ, ഗന്ധർവ നഗരം പോലെ, മരുമരീചിക പോലെ തീരെ ഇല്ലാത്തതല്ല മിഥ്യ. ഉള്ളതിനെ തെറ്റിദ്ധരിച്ചത് എന്നാണ് മിഥ്യ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ. അത് മൂഢജനങ്ങൾ അറിയാതെ ശങ്കരാചാര്യ ലോകമേ ഇല്ലാത്തതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പാവത്തിനെ, അദ്ദേഹത്തിൻ്റെ വാദത്തെ മായാവാദം എന്നൊക്കെ പറഞ്ഞ് ഒരു പരിഹാസ ശബ്ദത്തിലാണ് പല പണ്ഡിതന്മാരും അവതരിപ്പിക്കാറ് തന്നെ. എന്താണ് മായ എന്നുള്ളത് വേണ്ട രീതിയിൽ ഗ്രഹിക്കാത്ത മൂഢന്മാർ. എന്താണ് മായ യഥാർത്ഥത്തിൽ? മായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ബുദ്ധിയുടെ പരിമിതിയാണ് മായ. നമ്മുടെ അജ്ഞാനത്തിനെയാണ് മായ എന്ന് പറയുന്നത്. ആ മായയെ നമ്മൾ തിരുത്തേണ്ടത് നമ്മുടെ ബുദ്ധിയിൽ തന്നെയാണ്. ആ മായയെ വ്യക്തിപരമായി പറയുമ്പോഴാണ് അവിദ്യ എന്ന് പറയുന്നത്. ആ അവിദ്യയെ വിദ്യ കൊണ്ട് ഇല്ലാതാക്കാം. അപ്പോൾ ആ മായ എന്നുള്ളത് സമഷ്ടിയായിട്ട് പറയുമ്പോഴാണ് മായ എന്ന് പറയുന്നത്. ആ മായ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യഷ്ടിയായിട്ട് മനസ്സിലാക്കുമ്പോൾ അവിദ്യ എന്നാണ്. എന്നുവെച്ചാൽ ഒരു ഇൻഡിവിജ്വലി മായ പ്രഭാവം ചെലുത്തുന്നത് അവിദ്യാരൂപത്തിലാണ്. മൊത്തത്തിൽ എല്ലാവരുടെയും കണ്ണ് കെട്ടിയിരിക്കുമ്പോഴാണ് അതിനെ മായ എന്ന് പറയുന്നത്. നമ്മൾക്ക് എല്ലാവരുടെയും കണ്ണഴിക്കാൻ സാധിക്കില്ല. പറ്റുമോ? ലോകത്തിൻ്റെ മുഴുവൻ കണ്ണഴിക്കാനുള്ള കഴിവ് നമുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ കണ്ണഴിക്കാം. നമ്മുടെ കണ്ണ് കെട്ടിയിരിക്കുന്നതിൽ നിന്ന് നമുക്ക് നമ്മുടെ കണ്ണഴിക്കാം. അതിനാണ് നമ്മൾ ഗുരുക്കന്മാരെ സമീപിക്കേണ്ടത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത എന്ന് ഈ മായയാകുന്ന കണ്ണ് കെട്ടപ്പെട്ട ആളുകളോട്, മായയാൽ കണ്ണ് കെട്ടപ്പെട്ടവരോട് ഋഷി ഗർജിക്കുന്നതാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത എന്ന്. അത് ഇൻഡിവിജ്വൽസിനോടുള്ളതായിട്ടുള്ള സംബോധനയാണ്. ഇൻഡിവിജ്വൽസിനെയാണ് ശാസ്ത്രങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. കളക്റ്റീവായിട്ട് ഗിരിപ്രഭാഷണങ്ങളില്ല നമ്മുടെ ശാസ്ത്രങ്ങളിൽ. നമ്മളതിനെ ഇൻഡിവിജ്വലി എടുത്ത് നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ മാറ്റാനേ നമുക്ക് പറ്റുള്ളൂ. മറ്റുള്ളവർ അവരുടെ ഉള്ളിലുള്ള ഇരുട്ട് മാറ്റാൻ സമ്മതിച്ചാൽ മാത്രം അവർ നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾക്ക് കിട്ടിയ വെളിച്ചത്തെ അവർക്ക് കുറേയൊക്കെ പകർന്നു കൊടുക്കാം. അവരത് സ്വീകരിക്കാൻ തയ്യാറാവണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടാൽ മാത്രമേ ആചാര്യ ഭഗവത്പാദർ അരശ്ലോകത്തിൽ പറഞ്ഞ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ ന അപരഹ എന്ന മഹാമന്ത്രം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. നമുക്ക് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ശങ്കരാചാര്യരെ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അതാണ് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ളത്. ഈ 101-ാം ദിവസത്തിലും നമ്മൾ ശങ്കരാചാര്യർ എന്ന മഹാപ്രതിഭയുടെ എന്താ പറയുക, ഒരു കണിക പോലും നമ്മൾ കണ്ടിട്ടില്ല. ഒരു മഹാസാഗരമാണ് ആദിശങ്കര ഭഗവത്പാദർ. അദ്ദേഹത്തിൻ്റെ ആ സാഗരത്തിൻ്റെ ഒരു കരയ്ക്ക് ദൂരെ നിന്നുകൊണ്ട് ആ സാഗരത്തെ നമ്മൾ നോക്കി നമ്മൾക്ക് കാണാവുന്ന ദൂരം നമ്മൾ ആസ്വദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് കാണാവുന്ന ദൂരത്തല്ലല്ലോ സാഗരം കിടക്കുന്നത്. അത് അപാരമായി കിടക്കുന്നു, അനന്തമായി കിടക്കുന്നു, അത് അഗാധ ഗംഭീരമായി കിടക്കുന്നു. അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഓരോരുത്തരും മുങ്ങി തപ്പണം, അപ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സാഗരത്തിലേക്ക് തിരിച്ചു വരാം. സത്യവിഭേദാപകമേ നാദതവാഹം നമാമഗീനസ്ത്വം സാമുദ്രോപി തരംഗഃ ക്വചന സമുദ്രോ ന താരംഗഃ. അപ്പോ വാസ്തവത്തിൽ ഭേദമില്ലാതിരിക്കെ, അതാണ് ഭേദാപകമേ സതി അഭി. ഭേദം അപഗമമായിരിക്കെ, അപഗമമായിരിക്കുക എന്ന് പറഞ്ഞാൽ പോയിരിക്കെ എന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഭേദമില്ല.
എങ്കിലും ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാൻ നാഥനാണ്. നാഥനായ ഭഗവാന്റെ അധീനനായ, ദീനനായ, അവശനായ ഒരു ഭക്തൻ മാത്രമാണ്, ആശ്രിതനായിട്ടൊരു ഭക്തൻ മാത്രമാണ് ഞാനെന്നാണ് ദ്വൈതഭാവത്തിലിരിക്കുന്ന ദേഹാഭിമാനമുള്ള ഒരു ഭക്തന്റെ ഭാവം. ദേഹാഭിമാനമുള്ളത് വരയ്ക്കും ഞാനും ഭഗവാനും ഒന്നാണെന്ന് പറയാനുള്ള ആ ഒരു തലത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പ്രഖ്യാപിക്കുവാനുള്ളതായിട്ടുള്ള തൻ്റെ ഇടം നമുക്ക് ആയിട്ടില്ല. അതാവണമെങ്കിൽ ഒരുപാട് നമ്മൾ ഉയരാനുണ്ട്. നമ്മൾ കിടക്കുന്ന ഈ കുഴിയിൽ കിടന്നുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയാറായിട്ട്, ഈ ദേഹമാകുന്ന പൊട്ടക്കിണറ്റിൽ അന്ധകൂപത്തിൽ പതിച്ചു കിടക്കുന്നതായിട്ടുള്ള നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് പറയാറായിട്ടില്ല. അതിനൊരുപാട് അധികാരിയാവാനുണ്ട് നമ്മൾ. അതിന് വേണ്ട അധികാരം നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിവേകം, വൈരാഗ്യം, ശമതമാദി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം മുതലായ ഗുണങ്ങൾ ആരിലാണോ പൂർണ്ണമായി വിളങ്ങുന്നത് അവനാണ് ഈ ബ്രഹ്മവിദ്യ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനും അഹം ബ്രഹ്മാസ്മി എന്ന തത്വം പ്രഖ്യാപിക്കുവാനുമുള്ള ആ യോഗ്യതയുള്ളവൻ. അതുവരേക്ക് അവൻ ഈ ഗുണങ്ങൾ ആർജിക്കുവാനുള്ള പ്രയത്നമാണ് ചെയ്യേണ്ടത്. ക്വാളിഫൈഡ് ആവാനുള്ളതായിട്ടുള്ള പരിശ്രമമാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ സാധനകളും, എല്ലാ തപസ്സുകളും, എല്ലാ ഉപാസനകളും, എല്ലാ ശാസ്ത്ര പഠനങ്ങളും, നാമജപാദികളും, വ്രതങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഉള്ളിലുള്ള പരിമിതികളെ നമുക്ക് ഇല്ലാതാക്കാൻ, നമ്മുടെ സങ്കുചിത ഭാവത്തെ ഇല്ലാതാക്കാൻ, നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും വേണ്ടത്ര വികസിപ്പിക്കാൻ, ആ മനസ്സും ബുദ്ധിയും വേണ്ടത്ര വികസിച്ചാൽ മാത്രമേ അഹം ബ്രഹ്മാസ്മി എന്ന ആ തത്വം ഉൾക്കൊള്ളാൻ അതിന് കഴിയുള്ളൂ. അതല്ലാതെ ഞാനും എൻ്റെ ദേഹവും എൻ്റെ ദേഹത്തെ സുഖിപ്പിക്കുന്നതായിട്ടുള്ള എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം എന്ന് മാത്രം ഇരിക്കുന്ന ഒരാൾക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവത്തിലേക്ക് ഉയരാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ഭക്തന്മാരാവാം, ഭഗവാനെ നാഥനായി കരുതി ആശ്രയിക്കാം. അതാണ് ദ്വൈതഭാവം. അപ്പൊ ഭക്തി ദ്വൈതത്തിലാണ് എന്ന് വെച്ചാൽ ഭക്തിയുടെ ആരംഭം ദ്വൈതമാണ്. പിന്നെ ആ ഭക്തി വളർന്ന് 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 പരാഭക്തി എന്നൊരവസ്ഥയിലെത്തും. ആ പരാഭക്തിയിലാണ് ഭഗവാനും താനും ഒന്നായിത്തീരുന്ന ആത്മനിവേദനം എന്നുള്ള ഒരു അവസ്ഥയിലെത്തും. നമ്മുടെ ഭക്തിയുടെ പ്രാരംഭ സ്റ്റേജുകൾ എന്തൊക്കെയാണ്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പൊ ആ ഒരു ഔന്നത്യത്തിലേക്ക്, ആത്മനിവേദനം എന്ന പടിയിലേക്ക്, 9ാമത്തെ പടിയിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ ഇല്ലാതാവും, ഞാൻ ഭഗവാനിൽ ലയിക്കും. അപ്പൊ ഭഗവാൻ മാത്രമേ ശേഷിക്കുള്ളൂ. ഒരു ഭക്തൻ അങ്ങനെ ഭഗവാനിൽ ലയിക്കുന്ന ഒരവസ്ഥയാണ് ആ പരാഭക്തി എന്ന് പറയുന്നത്. അവൻ വാസുദേവ സർവമിതി, എല്ലാം ഭഗവാനാണെന്ന് കാണുന്നു. സ മഹാത്മാ സുദുർലഭ എന്ന് ഗീത 7ാം അധ്യായത്തിൽ ഭഗവാൻ പറയും. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ, വാസുദേവനാണ് എല്ലാം എന്നുള്ളതായിട്ടുള്ള ആ ഒരു തത്വം അറിഞ്ഞ് എല്ലാറ്റിലും വാസുദേവനെ കാണുന്നവനാണ്, എല്ലാറ്റിലും വസിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വാസുദേവൻ. വാസനാത് വാസുദേവസ്യ വാസിതം ഭുവനത്രയം എന്നൊക്കെ വിഷ്ണു സഹസ്രനാമത്തിന്റെ പൂർവപീഠികയിൽ ഭീഷ്മപിതാമഹർ പറയുന്ന കേൾക്കാം. വസന്തി അസ്മിൻ സർവമിതി വാസുദേവ, അവനിലാണ് എല്ലാം വസിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവന് വാസുദേവൻ എന്ന് പേര്. അവൻ എല്ലാറ്റിലും വസിക്കുന്നു, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു. വസനാത് ദ്യോതനാത് വാസുദേവ, എല്ലാറ്റിലും സത്തയായി അവൻ വ്യാപിച്ചിരിക്കുന്നു. എല്ലാറ്റിനും ചൈതന്യം കൊടുത്ത് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. അതുകൊണ്ട് അവൻ വാസുദേവൻ. ആ അർത്ഥത്തില് ആ ഭഗവാനെ അറിയുന്നവനാണ് വാസുദേവ സർവമിതി, എല്ലാം വാസുദേവൻ എന്നറിഞ്ഞ് അങ്ങനെയുള്ള ഒരു മഹാത്മാവ്. സ മഹാത്മാ, അവനെ മഹാത്മാ എന്ന് വിളിക്കാം. കാരണം അവന്റെ ആത്മാ മഹാനാത്മാ, അവന്റെ ഹൃദയം വികസിച്ചു, എല്ലാം ഉൾക്കൊള്ളാനുള്ള പാകതയിലെത്തി.
അവൻ എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നു. അങ്ങനെയുള്ള ഭക്തനെയാണ് ജ്ഞാനി ഭക്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തൻ യഥാർത്ഥത്തിൽ മൂത്തു കഴിഞ്ഞാൽ ജ്ഞാനിയായി. ഒരു ജ്ഞാനി, യഥാർത്ഥ ജ്ഞാനി ഒരു ഭക്തനുമായിരിക്കും. കാരണം ജ്ഞാനിക്കറിയാം എല്ലാം ഒരേ വസ്തുവാണെന്ന്. അപ്പൊ എല്ലാറ്റിനോടും അയാൾക്ക് ഒരേ സ്നേഹമായിരിക്കും. ആ സമസ്നേഹം തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രേമം, ഭക്തി. നിഷ്കളങ്കമായിട്ടുള്ള, വ്യവസ്ഥകളില്ലാത്ത അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഒരു ജ്ഞാനിയുടെ സ്നേഹമാണ്. എല്ലാറ്റിനെയും അങ്ങോട്ട് സ്നേഹിക്കുക, ഇങ്ങോട്ട് ഒരു പ്രതീക്ഷയും ഇല്ല. എനിക്ക് എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ മറ്റുള്ളവരുടെ വിഷമങ്ങളെ, ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും, അങ്ങനെ എല്ലാവരുമായി താദാത്മ്യം പ്രാപിച്ച് എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും സ്നേഹിക്കുന്ന, സേവിക്കുന്ന ആളാണ് യഥാർത്ഥ ജ്ഞാനി. അല്ലാതെ ജ്ഞാനി എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്ന ആളുകളല്ല. കണ്ണ് തുറന്ന് സമൂഹത്തിൽ ഇറങ്ങി, വ്യാസനെ പോലെ, ആദിശങ്കരാചാര്യരെ പോലെ, നാരായണ ഗുരുദേവനെ പോലെ, ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെ, വിവേകാനന്ദ സ്വാമികളെ പോലെ, ഷിർദി സായി ഭഗവാനെ പോലെ, അങ്ങനെയുള്ള മഹാത്മാക്കൾ ലോകത്തിൽ ഇറങ്ങി ലോകത്തെ അനുഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന ആ മഹാപുരുഷന്മാർ, അവർ ഈശ്വര തത്വം സാക്ഷാത്കരിച്ച ജ്ഞാനികളാണ്. അപ്പോ നമുക്ക് ഇവിടേക്ക് വരാം. സത്യപി ഭേദാപകമേ നാദതവാഹം ന മാമകീണസ്ത്വം. ഞാൻ അങ്ങയുടേതാകുന്നു, അങ്ങ് എന്റേതല്ല എന്ന് പറഞ്ഞാല് അങ്ങ് എന്നിൽ നിന്നല്ല ഉണ്ടായിട്ടുള്ളത്, എന്നെ ആശ്രയിച്ചല്ല അങ്ങ് നിൽക്കുന്നത്, അങ്ങ് പൂർണ്ണ സ്വതന്ത്രനാണ്. ഞാനാകട്ടെ അങ്ങയിൽ നിന്നുണ്ടായി അങ്ങയിലേക്ക്, അങ്ങയെ ആശ്രയിച്ചുകൊണ്ട് നിന്ന് അങ്ങയിലേക്ക് തന്നെ ലയം പ്രാപിക്കാനുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ, അങ്ങ് എന്റേതല്ല. അതിന് ദൃഷ്ടാന്തമായി പറഞ്ഞതാണ് സാമുദ്രോ ഹി തരംഗഃ ക്വചന സമുദ്രോ ന താരംഗഃ. തരംഗഃ സാമുദ്രഃ ഹി. തരംഗം സാമുദ്രം ആകുന്നു. സാമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ ഭവിച്ചത്, സമുദ്രത്തിൻ്റെത്. അപ്പൊ തരംഗം, ദാറ്റ് വേവ് ബിലോങ്സ് ടു ദ ഓഷൻ. വേവിന് ഓഷനിൽ നിന്ന് സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പ് ഇല്ല. അതുകൊണ്ട് തരംഗഃ സാമുദ്രഃ ഹി എന്ന് ഉറപ്പിക്കുകയാണ്. ഹി എന്നത് ഉറപ്പിക്കാം. അപി എന്ന ശബ്ദമുണ്ട്. സാമുദ്രോപി തരംഗഃ. തരംഗഃ സമുദ്രഃ അപി. സമുദ്രം എന്താ പറയാ, തരംഗം സമുദ്രത്തിൻ്റെതാണെങ്കിലും എന്നുള്ള അർത്ഥത്തിലും അപി എന്ന പാഠം. ക്വചന സമുദ്രോ ന താരംഗഃ. ക്വചന ഒരിക്കലും, സമുദ്രഃ താരംഗഃ ന. സമുദ്രം തരംഗത്തിൽ ഭവിച്ചതല്ല, തരംഗത്തിൽ ഡിപ്പെൻഡന്റ് അല്ല, തരംഗത്തിൻ്റെതല്ല സമുദ്രം. എന്നാൽ സമുദ്രം തരംഗത്തിൽ നിന്ന് സ്വതന്ത്രമാണ്. തരംഗമില്ലെങ്കിലും സമുദ്രമുണ്ട്, പക്ഷെ സമുദ്രമില്ലെങ്കിൽ തരംഗം ഇല്ല. അപ്പൊ ആരാണ് സമഷ്ടി? സമുദ്രം സമഷ്ടിയും തരംഗം വെഷ്ടിയും. ആ സമഷ്ടിയിലാണ് വെഷ്ടിയുള്ളത്. സമഷ്ടി തന്നെയാണ് വാസ്തവത്തിൽ വെഷ്ടി. ആ സമഷ്ടിയെ ശരിയായ രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വെഷ്ടി ഇല്ലാതെയാണ്. കാരണം തരംഗം തൻ്റെ ഐഡന്റിറ്റി ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ താൻ ഭേദഭാവത്തോടുകൂടി മറ്റു തരംഗങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുകയാണ്. അപ്പൊ താൻ വേറെ, മറ്റേ തരംഗങ്ങൾ വേറെ എന്ന് കാണുകയാണ്. വാസ്തവത്തിൽ ആ തരംഗം ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ എവിടുന്നാണ് ഉണ്ടായത്, ഞാൻ എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, ഞാൻ എവിടേക്കാണ് ലയം പ്രാപിക്കുന്നത്, വാസ്തവത്തിൽ എന്നിൽ മുഴുവൻ എന്നെ ഞാനാക്കുന്നത് എന്താണ്, എൻ്റെ സത്ത എന്താണ്, എൻ്റെ ഈ വൈഭവം. തരംഗത്തിന് പല കഴിവുകളുണ്ടല്ലോ. വേണമെങ്കിൽ വലിയൊരു സുനാമി തരംഗത്തിന് പലതിനെയും തകർത്തെറിയാനുള്ള ശക്തിയുണ്ട്, ഊർജം പ്രസരിപ്പിക്കാനുള്ള ശക്തിയുണ്ട്, അല്ലെ? തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്.
തിരമാലകൾ അതിശക്തങ്ങളായി കാറ്റത്ത് കൂട്ടിയിടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അഗ്നി ഉണ്ടാവും. ബടവാഗ്നി എന്നതിന് പേര്. നമ്മുടെ മേഘങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ മിന്നൽ ഉണ്ടാകുന്നത് പോലെ, ലൈറ്റ്നിങ് ഉണ്ടാകുന്നത് പോലെ സമുദ്രമധ്യത്തിൽ തന്നെ തീ ആളിക്കത്തുന്ന് പറയും. അതെന്താ? ശക്തമായിട്ടുള്ള കാറ്റടിക്കുമ്പോൾ തിരമാലകൾ അതിശക്തമായിട്ട് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതിലുണ്ടാവുന്ന അഗ്നിക്ക് പേരാണ് ബടവാഗ്നി എന്ന്. ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ അന്നേ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മേഘങ്ങൾ കൂട്ടിമുട്ടുന്നത് പോലെ തന്നെ, മേഘങ്ങൾ രണ്ട് വാട്ടർ ബോഡീസ് അല്ലേ, ആ മേഘങ്ങൾ വാട്ടർ ബോഡീസ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പല ഡിസ്ചാർജ് നടക്കുന്നു അല്ലേ? ഇലക്ട്രിക്കൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രസരണം വൈദ്യുതിയായി പുറത്തേക്ക് വരുന്നു. അതുപോലെ രണ്ട് വലിയ തരംഗങ്ങൾ കാറ്റത്ത് കൂട്ടിയടിക്കുകയാണെങ്കിൽ, കൊടുങ്കാറ്റിൽ കൂട്ടിയടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അഗ്നി ഉണ്ടാവും. അതിനാണ് ബടവാഗ്നി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശക്തിയൊക്കെ ഉള്ളതാണ് തരംഗം. അപ്പൊ അതങ്ങനെ അഭിമാനിക്കണം. ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും, എനിക്ക് വേണമെങ്കിൽ വലിയ വലിയ കപ്പലുകളെയൊക്കെ മറിച്ചിടാം, എനിക്ക് വേണമെങ്കിൽ ഈ കരയിൽ നിങ്ങൾ കെട്ടിയിട്ടുള്ളതായിട്ടുള്ള വേലികളെയൊക്കെ തകർത്തെറിയാം, മതിലുകളൊക്കെ പൊളിച്ചെറിയാം എന്ന് വേണമെങ്കിൽ തരംഗങ്ങൾക്ക് അഭിമാനിക്കാം. പക്ഷെ ആ തരംഗത്തിന്റെ ആ ശക്തിയൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിന് ആരാണ് തരംഗത്തിന്റെ ശക്തി? ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, താനൊന്നുമല്ല, തന്നെ താനാക്കിയത് ഈ സമുദ്രമാണ്, അഥവാ സമുദ്രത്തിലെ ജലമാണ്. ആ ജലത്തെ സമുദ്രം തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ആയിട്ട്, തരംഗം തന്റെ ഐഡന്റിറ്റി ആയിട്ട് തിരിച്ചറിഞ്ഞാൽ തരംഗം സമുദ്രത്തോട് മത്സരിക്കില്ല, മറ്റ് തരംഗങ്ങളോടും മത്സരിക്കില്ല. എല്ലാം ജലം തന്നെയാണ്, എല്ലാം ഒരു സമുദ്രമാണ് എന്നറിഞ്ഞ് തൻ്റെ വ്യക്തിത്വത്തെ സമുദ്രത്തിൽ വിലയം പ്രാപിക്കും അല്ലേ? അതാണ്. അപ്പോൾ ആ ഭേദബുദ്ധി ഉള്ളിടത്തോളം കാലമേ തരംഗമുള്ളൂ. തരംഗത്തിൻ്റെ തരംഗത്വം ജലത്വമാണ് എന്ന് തരംഗം തിരിച്ചറിയുന്നതോടുകൂടി അഹം ബ്രഹ്മാസ്മി എന്ന് തരംഗം വിലയം പ്രാപിക്കുന്നു. അഹം സമുദ്രോസ്മി എന്ന് പറയുന്ന പോലെ വിലയം പ്രാപിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ ആശയം. അപ്പോൾ ഇവിടെ ഈ തരംഗം, സമുദ്രം, സമുദ്രം എന്ന വാക്കിന്റെ അർത്ഥം പറയാമെന്നപോലെ സൂചിപ്പിച്ചിരുന്നു. സമുദ്രം എന്ന ശബ്ദത്തിന് രണ്ട് പ്രധാന അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, സമുദ്ര ശബ്ദത്തിന് മുദ്രയാ സഹ വർത്തത്തെ. മുദ്ര, മുദ്ര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ കഥകളിയിലും ഭരതനാട്യത്തിലും ഒക്കെ മുദ്രകൾ കാണിക്കും അല്ലേ? ആ മുദ്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? മുദം രാതി. മുദം രാതി, മോദത്തെ നൽകുന്നത്, സന്തോഷത്തെ നൽകുന്നതാണ് മുദ്ര. അപ്പൊ മുദ്രകൾ സന്തോഷം നൽകുന്നതാവണം. ആളുകളെ പേടിപ്പെടുത്തുന്ന മുദ്രകളൊന്നും പ്രയോഗിച്ചുകൂടാ. വേണ്ടി വരുമ്പോൾ മാത്രമേ അതൊക്കെ പ്രയോഗിക്കാവൂ. ഇതൊരു മുദ്രയാണ് അല്ലേ? തർജനീ മുദ്ര. നിന്നെ കാണിച്ചു തരാം, നിന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയുന്ന മുദ്രയാണിതും. പക്ഷെ അത് വേണ്ട, അത് നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ സാധാരണ മുദ്രകളൊക്കെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കട്ടെ. മുദം രാതീതി മുദ്ര. ആ മുദ്രയാ വർത്തതേതി സമുദ്രം എന്ന് പറഞ്ഞാലോ മോദത്തോടുകൂടി, മോദത്തെ നൽകുന്നതാണ് സമുദ്രം. നമ്മൾ സമുദ്രത്തെ കരയിൽ നിന്നിങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ എന്തൊരു ആഹ്ലാദമായിരിക്കും നമ്മുടെ ഉള്ളിൽ. ആ സമുദ്രത്തിൽ ഉണ്ടാവുന്ന തിരമാലകൾ പോലെ നമ്മുടെ മനസ്സിലിങ്ങനെ ആനന്ദം അലയടിക്കും. കുറേ നേരം നമ്മൾ ശാന്തരായി സമുദ്ര തീരത്ത് ചെന്നിരുന്ന് ഒരു ധ്യാന നിരതരായി വേറൊരു ചിന്തയുമില്ലാതെ സമുദ്ര തരംഗങ്ങളിലേക്ക് ഒന്ന് നോക്കിയിരുന്നു നോക്കൂ, നമ്മുടെ മനസ്സ് വികസിക്കും. കാരണം ആ സമുദ്രത്തിന്റെ വലിപ്പം അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച് നമ്മുടെ മനസ്സ് സമുദ്രത്തോളം വികസിക്കും. ആ വികാസമാണ് സുഖം എന്ന് പറയുന്നത്. സങ്കോചമാണ് ദുഃഖം. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ചുരുങ്ങി അതിനെക്കുറിച്ച് തന്നെ ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. സങ്കോചമാണ് ദുഃഖം, വികാസമാണ് സുഖം. അപ്പൊ നമ്മൾ സമുദ്രത്തിന്റെ അടുത്ത് ചെന്നിരുന്ന ആ സമുദ്രത്തെ കാണുമ്പോൾ തന്നെ ഒരു, ആദ്യമായിട്ടൊക്കെ സമുദ്രത്തെ കാണുന്നവരുടെ ഒരു ഭാവം ശ്രദ്ധിക്കുക നിങ്ങൾ. ഓ എന്ന് പറഞ്ഞ് വായ പൊളിക്കും അല്ലേ? ഇതുവരെ പൊട്ട കിണറുകൾ മാത്രം കണ്ടിട്ടുള്ള, പൊട്ടക്കുളങ്ങൾ മാത്രം കണ്ടിട്ടുള്ളതായിട്ടുള്ള ആളുകൾ ആ സമുദ്ര തീരത്ത് എത്തിക്കഴിഞ്ഞാൽ എന്താവും? ഒരു വാ എന്ന് പറഞ്ഞിട്ടൊരു വായ പൊളിക്കലുണ്ട്. യഥാർത്ഥ വണ്ടർ. അപ്പൊ അത് മോദം കൊടുക്കുന്നില്ലേ? ഇനി ആ സമുദ്രത്തിനകത്ത് മോദം കൊടുക്കുന്ന അനേക രത്നങ്ങളുണ്ട്.
മത്സ്യസമ്പത്ത് മനുഷ്യരാശിക്ക് മോദം കൊടുക്കുന്ന സമ്പത്താണ്. അതുപോലെ തന്നെ അനേക ധാതുക്കളും ലവണങ്ങളും പെട്രോളിയം നമ്മൾ അവിടെ നിന്നല്ലേ എടുക്കുന്നത്. ബാക്കി പല ഖനികളും സമുദ്രത്തിന്റെ നടുവിലാണ്. അതുപോലെ പവിഴങ്ങളും മുത്തുകളും ഒക്കെ സമുദ്രത്തിൽ എവിടെയൊക്കെയാണ് അടിഞ്ഞുകൂടി കിടക്കുന്നത്, എന്തെല്ലാം നിധികളാണ് സമുദ്രത്തിലുള്ളത് ആർക്കറിയാം. അതുകൊണ്ടാണ് സമുദ്രത്തിന് രത്നാകരം എന്ന പേര്. രത്നങ്ങളുടെ ആകരം, ആകരം എന്നാൽ ഖനിയാണ്. അപ്പൊ അനേക രത്നങ്ങളുടെ ഖനിയാണ് സമുദ്രം. അപ്പൊ അങ്ങനെ മോദത്തെ നൽകുന്നത് എന്നുള്ളത് കൊണ്ടും സമുദ്രം. അപ്പൊ മോദത്തെ നൽകുന്നത് എപ്പോഴാണ്? സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ഒരാൾക്ക് മോദമുണ്ടോ? വെള്ളമായി കൈയിട്ട് അടിച്ച് ഇതാകുന്ന ഒരാൾക്ക് മോദമുണ്ടോ? നേരെ മറിച്ച് ആ സമുദ്രത്തിൽ മുങ്ങാതെ അതിനെ വേണ്ട രീതിയിൽ അതിൽ രസിക്കാൻ കഴിയുന്നവർക്ക്, നന്നായി നീന്തൽ അറിയുന്നവർക്ക്, നല്ല കപ്പലും തോണിയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവർക്ക്, കരയിൽ നിന്ന് സമുദ്രത്തെ ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് സമുദ്രം ആഹ്ലാദം കൊടുക്കുന്നു, മോദം കൊടുക്കുന്നു. അപ്പൊ നമ്മളും ഈ സംസാരമാകുന്ന ഈ ലോകത്തെ ഒരു സംസാര സാഗരം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ അതിന്റെ കരയ്ക്ക് നിന്ന് ആസ്വദിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാതെ, അതിൽ മുങ്ങിപ്പൊങ്ങാതെ നീന്താൻ പഠിച്ച്, ഈ സാഗരത്തിൽ നീന്താൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആസ്വദിക്കാം. പല ബീച്ചുകളിലും ആളുകൾ വെള്ളത്തിൽ നീന്തി കളിക്കുന്ന, തുടിച്ച് കളിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ കാണാറില്ലേ? അപ്പം അങ്ങനെ കളിക്കാൻ അറിയണം, ആസ്വദിക്കാൻ അറിയണം. അധികം ഉള്ളിലോട്ട് ചെല്ലരുത്, അല്ലേ? അങ്ങനെ നീന്തി കളിക്കുന്നവർ സമുദ്രത്തിന്റെ ഉള്ളിലോട്ട് പോകുമോ? പോകില്ല. പോയാൽ അപകടമാണ്. തിരിച്ചു വരാൻ നമ്മുടെ നിയന്ത്രണത്തിൽ ചിലപ്പോൾ ആയില്ല എന്ന് വരും. തിരമാലകൾ നമ്മളെ എടുത്തോണ്ട് പോകും ചിലപ്പോൾ. അപ്പൊ ആ ഒരു നമുക്ക് സേഫായിരിക്കുന്ന ആ ഒരു അളവ് വരെ നമുക്ക് പോകാം. അതിനൊരു പരിധിയുണ്ട്. അതുപോലെ നമ്മൾ ഈ ലോകമാകുന്ന സാഗരത്തില്, സമുദ്രത്തില് ഇറങ്ങി കളിക്കാം. നമുക്ക് ഒരുപാട് ഇൻവോൾവ് ആവണ്ട. കരയ്ക്ക് നിന്ന് കാഴ്ചകൾ കാണുന്ന ഒരു കൗതുകമുള്ള ഒരു കുട്ടിയെ പോലെ നമുക്ക് ഈ ലോകത്തെ ആസ്വദിക്കാം. അപ്പൊ അത് ആനന്ദം നൽകും. അതാണ് വേദാന്തം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ സമുദ്ര ശബ്ദത്തിന് സമ്യക് ഉദ്രിച്യന്തേ തരംഗാഹ അസ്മിന് ഇതി സമുദ്രഃ. സമ്യക് ഉദ്രിച്യന്തേ തരംഗാഹ. ഏതൊന്നിലാണോ എപ്പോഴും 24 hours 365 days ഒഴിവില്ലാതെ സമ്യക്കായിട്ട് നല്ല പോലെ ഉദ്രിച്യന്തേ, പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കണോ, ഉത്ഭവിച്ചുകൊണ്ടേയിരിക്കണോ. എന്ത്? തരംഗാഹ. അതുകൊണ്ട് സമുദ്രം. അപ്പൊ എപ്പോഴും തരംഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് സമുദ്രം. അതാണ് ഈ ലോകവും. ഈ ലോകവും നിരന്തരം സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ പുതിയ 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 ജീവജാലങ്ങൾ അനുദിനം ഉണ്ടായിക്കൊണ്ടേയിരിക്കണു. തരംഗങ്ങൾ അനുദിനം വിലയിക്കുന്നത് പോലെ, അനുനിമിഷം വിലയിക്കുന്നത് പോലെ ഇവിടെ അനേക ജീവജാലങ്ങള് മടങ്ങിയും പോണു. ഓരോ ദിവസവും ഉൽപ്പത്തിയും വിനാശവും നിരന്തരം ഈ പ്രപഞ്ചത്തില് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോ ഈ സമുദ്രത്തിൽ ഉത്ഭവിച്ച തിര സമുദ്രത്തിലേക്ക് തന്നെയല്ലേ ലയിക്കുന്നത്. അതുകൊണ്ട് സങ്കടപ്പെടാനുണ്ടോ? അതുപോലെ ഈ ലോകത്തിൽ ഉണ്ടാവുന്നതൊക്കെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, മറ്റൊരു രൂപത്തിലാവുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രകാ പരിദേവന. വന്നിടത്തേക്ക് മടങ്ങിപ്പോകുന്നതിന് എന്തിനാ നിങ്ങൾ ഈ നിലവിളിക്കുന്നത്? എന്തിനാ ഈ കരയുന്നത്? ഭഗവാൻ ചോദിക്കുക അർജുനനോട്, നമ്മളോട് പരിഹസിച്ചുകൊണ്ട്. എല്ലാം വന്നത് ഒരു സ്ഥലത്തുനിന്നാ, പോകുന്നത് അതേ സ്ഥലത്തേക്കാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പുറത്തു പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾ കരയാറുണ്ടോ? അയ്യോ ഞാൻ വീടെത്തി എന്ന് പറഞ്ഞിട്ട്. അതോ എവിടെ എത്ര ദൂരം പോയാലും നമ്മുടെ മനസ്സ് വീടെത്താൻ കൊതിക്കുകയല്ലേ ചെയ്യുക? ഹാവു ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്നാണ്. വീട്ടിലെത്തുമ്പോഴാണ് നമ്മൾ ഹാവു എന്ന് പറഞ്ഞ് ആശ്വസിക്കുക. അപ്പൊ വീട്ടിലെത്തുമ്പോ പോയിടത്തേക്ക് തിരിച്ചെത്തുന്നതല്ലേ സുഖം. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ, ഈ കാണുന്ന നാമരൂപങ്ങൾ മുഴുവൻ എവിടുന്ന് വന്നുവോ അവിടേക്ക് തന്നെയാ പോകുന്നത്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്ത നിധനാനിയേവ തത്ര കാ പരിദേവന. തത്ര പരിദേവന കാ. അവിടെ എന്തിനാ ഈ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ കരയുന്നത്? അതുകൊണ്ട് ഒന്നും എവിടേക്കും പോകുന്നില്ല. ഒക്കെ എങ്ങനെയാണോ സമുദ്രത്തിൽ തരംഗങ്ങൾ ഉണ്ടായിട്ട് അതേ സമുദ്രത്തിൽ തന്നെ വിലയിക്കുന്നത്, വന്നിടത്തേക്ക് തന്നെ അടങ്ങുന്നത്. അമ്മയുടെ മടിയിലേക്ക് തന്നെയാണ് അവർ തിരിച്ചു പോകുന്നത്, അല്ലേ? അതിന്റെ പ്രഭവസ്ഥാനം കടലമ്മയുടെ മടിയിലേക്ക് തന്നെ തരംഗങ്ങൾ മടങ്ങുന്നു. അതുപോലെ നമ്മളും
ഭഗവാന്റെ മടിയിൽ നിന്ന് വന്നവരാ, വൈകുണ്ഠത്തിൽ നിന്ന് വന്നവരാ നമ്മൾ ഓരോരുത്തരും. തിരിച്ചും നമ്മൾ വൈകുണ്ഠത്തിലേക്ക് തന്നെയാ പോകുന്നത് എന്ന് വിചാരിച്ചാൽ മതി. തത്ര കാ പരിദേവന. സമുദ്രം പൊങ്ങിയിട്ട്, തരംഗം പൊങ്ങിയിട്ട് തരംഗത്തിന് അവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ? സ്റ്റില്ലായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല, അത് പോയേ പറ്റൂ. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായതിനൊക്കെ മടങ്ങിയേ പറ്റൂ. അപ്പൊ അതുപോലെ സമുദ്രം പോലെ ഈ വിശ്വവും സമുദ്രവും പരസ്പരം ഉപമിക്കാവുന്നതാണ്. ആ വിശ്വത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തരംഗമാണ്, വിശ്വമാകുന്ന സാഗരത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തരംഗമാണ് എൻ്റെ ഈ ശരീരവും എൻ്റെ ഈ വ്യക്തിത്വവും എല്ലാം. ഇത് അതിലേക്ക് ലയിക്കും. ഈ വ്യക്തിത്വം, എൻ്റെ ഈ ശരീരമാകുന്ന വ്യക്തിത്വം, ആ സമുദ്രമാകുന്ന, എൻ്റെ ഈ ശരീരമാകുന്ന തരംഗം സമുദ്രമാകുന്ന സമുദ്രത്തിലേക്ക് ലയം പ്രാപിക്കും. പക്ഷേ ഞാൻ ജലമാണെന്നുള്ള അറിവ് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നാശമില്ല. ഞാൻ തരംഗമാണെന്ന് കരുതിയാൽ എനിക്ക് കരയാം, ഞാൻ ജലമാണെന്നറിഞ്ഞാൽ എനിക്ക് ആനന്ദം. ഞാൻ എവിടെയും പോയിട്ടില്ല. ഈ ഒരു അറിവ് നമുക്ക് സമുദ്രത്തെ കാണുമ്പോൾ ഉണ്ടാവണം. സമുദ്രത്തോട് ഉപമിച്ചു. സമുദ്രത്തിൻ്റെതാണ് തരംഗം, തരംഗത്തിൻ്റെതല്ല സമുദ്രം. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെതാണ്, ഈശ്വരൻ നമ്മുടേതല്ല എന്ന് ഭക്തന്റെ ആദ്യ അവസ്ഥയാണ്. ഒരു ദ്വൈതഭാവത്തില് അങ്ങനെ ഭഗവാനെ നാഥ എന്നും വിളിക്കുന്നു, ഞാൻ അങ്ങയുടേത് എന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ, കുറെ കൂടി ക്ലോസ് ആയി കഴിയുമ്പോൾ ഭഗവാൻ എൻ്റെ തന്നെയാണ് എന്ന് പറയാറാവും. ഭഗവാനും ഞാനും സുഹൃത്തുക്കളാണ്, സഖാക്കളാണ്, ഭഗവാൻ എൻ്റെ പ്രിയനാണ് എന്നൊക്കെ പറയാറാവും. കുറെ കൂടി വളർന്നു കഴിയുമ്പോഴാണ് ഭഗവാനും ഞാനും ഒന്നാണ് എന്ന് പറയാറാവുന്നത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആഞ്ജനേയസ്വാമിയുടെ അവസ്ഥ. ആഞ്ജനേയസ്വാമി എന്ത് പറഞ്ഞു? ദേഹബുദ്ധ്യാ തു ദാസോഹം ജീവബുദ്ധ്യാ ത്വദംശകഃ ആത്മബുദ്ധ്യാ ത്വമേവാഹം ഇതി മേ നിശ്ചിതാ മതിഃ. ദേഹബുദ്ധ്യാ തു ദാസോഹം, എൻ്റെ ഉള്ളിൽ എനിക്ക് ദേഹാഭിമാനമുള്ളപ്പോൾ ഞാൻ അങ്ങയുടെ ദാസൻ, അങ്ങ് എൻ്റെ സ്വാമി, എൻ്റെ പ്രഭു. ജീവബുദ്ധ്യാ ത്വദംശകഃ, എനിക്ക് ജീവഭാവമാണുള്ളതെങ്കിൽ ഞാൻ അങ്ങയുടെ അംശം. ആത്മബുദ്ധ്യാ ത്വമേവാഹം, ആത്മബുദ്ധിയിൽ ഞാൻ അങ്ങ് തന്നെയാകുന്നു, ഞാനും അങ്ങും രണ്ടല്ല. അഹം ബ്രഹ്മാസ്മി. അപ്പൊ ഈ ആശയം വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നതാണ് ഈ ശ്ലോകം. സത്യപി ഭേദാപഗമേ നാദതവാഹം നമാമഗീനസ്ത്വം സാമുദ്രോ ഹി തരംഗഃ ക്വചന സമുദ്രോ ന താരംഗഃ. ഇത് ദ്വൈതികൾക്ക് ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഈശ്വരൻ വേറെ, ജീവൻ വേറെ. അവരാണ് ദ്വൈതികൾ. വേറൊരു കൂട്ടരാണ് വിശിഷ്ടാദ്വൈതികൾ. ഈശ്വരനും ജീവനും ഒരേ സത്ത തന്നെയാണെന്ന് അവർ അംഗീകരിക്കും. പക്ഷേ അല്പജ്ഞനും അല്പവ്യാപിയും അല്പശക്തനുമായിട്ടുള്ള ഈ ജീവൻ ഒരിക്കലും സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായിട്ടുള്ള ഈശ്വരനോളം വരില്ല. അതുകൊണ്ട് ഈശ്വരൻ വിശിഷ്ടൻ, നമ്മളൊക്കെ സാധാരണക്കാര്. അതാണ് വിശിഷ്ട അദ്വൈതം. രണ്ടല്ല എങ്കിലും ഈശ്വരഭാവങ്ങൾക്ക് എന്ന് വെച്ചാൽ കൃഷ്ണൻ, രാമൻ, അതുപോലെയുള്ള വാമനൻ മുതലായിട്ടുള്ള അവതാരങ്ങളൊക്കെ വിശിഷ്ടന്മാര്, നമ്മൾ സാധാ അവതാരങ്ങള്. ഇങ്ങനെ ആ ഒരു വ്യത്യാസം കാണുന്ന ആളുകളാണ് രാമാനുജ പരമ്പരയിൽ വരുന്നതായിട്ടുള്ള വിശിഷ്ടാദ്വൈതികൾ എന്ന് പറയുന്ന ആളുകൾ. അവരാണ് പറയുക, ഇത് അവർ പറയുന്ന വാദമാണ്. സമുദ്രം തരംഗത്തിൻ്റെതല്ല, തരംഗം സമുദ്രത്തിൻ്റെതാണ്. അല്ലെങ്കിൽ ഒരിക്കലും തരംഗത്തിന് സമുദ്രത്തോളാവാൻ കഴിയില്ല. നിങ്ങൾ തരംഗം മാത്രമാണ്, സമുദ്രം സമുദ്രമാണ്. ഈശ്വരൻ സമുദ്രമാണ്, നിങ്ങൾ തരംഗമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സമുദ്രം ഞാനെന്ന് പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് വിശിഷ്ടാദ്വൈതികളുടെ ചോദ്യം. അപ്പൊ ആദിശങ്കര ഭഗവത്പാദർ അതിന് പറയുക, ഞാൻ തരംഗവുമല്ല, അത് സമുദ്രവുമല്ല, രണ്ടും ജലമാണ്. സമുദ്രം എന്നുള്ളത് കളക്റ്റീവായിട്ടുള്ള വാട്ടർ ബോഡിക്ക് നിങ്ങൾ കൊടുത്ത പേരാണ്. തരംഗം എന്നുള്ളത് ചെറിയൊരു വാട്ടർ ബോഡിക്ക് നിങ്ങൾ തന്നെ ഇട്ട പേരാണ്. ആ പേരിനെ രണ്ടിൽ നിന്നും മാറ്റൂ.
എന്നിട്ട് രണ്ടിലും ഒരേ ദൃഷ്ടി നോക്കൂ, രണ്ടിലും വെള്ളമാണുള്ളത് എന്നതുപോലെ സർവജ്ഞൻ, സർവശക്തൻ, സർവവ്യാപി എന്നുള്ളതായിട്ടുള്ള ഈശ്വരൻ്റെതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഒന്ന് അഴിച്ചു കളയൂ, ആ ഉപാധികളെയൊക്കെ ഒന്ന് അഴിച്ചു കളയൂ. എന്നിട്ട് എൻ്റെ അല്പജ്ഞൻ, അല്പശക്തൻ, അല്പവ്യാപി എന്നുള്ളതായിട്ടുള്ള ഉപാധികളെയൊക്കെ അഴിച്ചു കളയൂ. ഇതിലും അതിലുമുള്ളത് ഒരേ ചൈതന്യം. ആ ചൈതന്യമാണ് ഞാൻ എന്നാണ് നമ്മൾ ഉയരേണ്ടത്, അല്ലാതെ താഴുകയല്ല വേണ്ടത്. ഈ ശരീരമാണെന്നുള്ള ലെവലിലേക്ക് വീണ്ടും വീണ്ടും പതിക്കുകയല്ല വേണ്ടത്. ഈ ശരീരത്തിന്റെ അതീതനാണ് ഞാൻ, ആത്മാവാണ് ഞാൻ, ചൈതന്യമാണ് ഞാൻ, ബോധമാണ്. ആ തലത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്. എനിക്ക് അനേക ശരീരങ്ങളുണ്ട്, കൂട്ടത്തിൽ ഈ ശരീരവും. ഈ കാണുന്ന ശരീരമൊക്കെ ആത്മാവായിരിക്കുന്ന എൻ്റെ ശരീരമാണ്. ഞാൻ എന്തിന് ഈ ഒരു ശരീരത്തിൽ മാത്രം കടിച്ചു തൂങ്ങി നിൽക്കണം? അതെന്റെ ഭ്രമമാണ്, ചിന്തിക്കാത്തത് കൊണ്ടാണ്. ചിന്തിച്ചാൽ എനിക്ക് ഈ ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയും. ഒരമ്മ സ്വന്തം കുട്ടിയുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നില്ലേ? സ്നേഹം വന്നു കഴിയുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരോട് പറയില്ലേ, നമ്മൾ 2 ശരീരമേ ഉള്ളൂ, ഒരു ആത്മാവാണ് എന്ന് പറയാറില്ലേ? നമ്മൾ ഒന്നാണ്, നമ്മൾ 2 ശരീരമേ ഉള്ളൂ. അപ്പൊ ആ സ്നേഹം വർദ്ധിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ ഒന്നായി തീരുന്നുണ്ട് അദ്വൈതം. അതാണ് നമ്മൾക്ക് അനുഭവം. ആ സ്നേഹം നമ്മൾ വളർത്തിയെടുക്കണം. എല്ലാവരിലും എന്നെ കാണണം. എല്ലാവരുടെ ആത്മാവും എൻ്റെ ആത്മാ തന്നെയാണ്. മതാത്മാ സർവഭൂതാത്മാ, എൻ്റെ ആത്മാവ് തന്നെയാണ് സർവഭൂതങ്ങളുടെയും ആത്മാ എന്ന് വ്യാപിപ്പിച്ചാൽ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ, എല്ലാവരുമായിട്ടും ഐക്യം പ്രാപിക്കാൻ, താദാത്മ്യം പ്രാപിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ താദാത്മ്യം പരിമിതമാക്കുന്നുണ്ട്. ഞാനും എൻ്റെ മക്കളും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും, അല്ലെങ്കിൽ എൻ്റെ കാമുകനും, അല്ലെങ്കിൽ എൻ്റെ കാമുകിയും ഇത്രമാത്രം പരിമിതപ്പെടുത്തി നിർത്തുകയാണ്. അതിനെ ഒന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ശീലിക്കും. ഈ ശരീരത്തിൽ നിന്ന് നമുക്ക് മറ്റുള്ളവരുടെ ശരീരം, ഇപ്പോ കൊച്ചു കുട്ടികളുടെ ശരീരത്തിന് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ അമ്മമാർക്ക് വേദനിക്കും. കൊച്ചുകുട്ടികൾ വെള്ളത്തിൽ വീണാൽ അമ്മമാര് നീന്തൽ അറിയില്ലെങ്കിൽ പോലും വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടാവും. അവർക്ക് മരണം വരുമോ എന്നുള്ള ബോധമൊന്നുമില്ല. അവർ വെള്ളത്തിൽ മുങ്ങിപ്പോവോ എന്നുള്ള ചിന്തയില്ല. കൊച്ചുകുട്ടികൾ അഗ്നിയിൽപ്പെട്ടാൽ അമ്മമാർ അഗ്നിയിലേക്ക് എടുത്ത് ചാടും. എന്താണ് അത്? ഒന്നാണ് അവിടെ. കുട്ടിയുടേതായിട്ടുള്ള ദേഹം പൊള്ളുമ്പോൾ തനിക്കും പൊള്ളുന്നു. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി അഗ്നിയിലേക്ക് ചാടുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഏതെങ്കിലും ആപത്ത് വരുമ്പോൾ സ്വന്തം ദേഹത്തെ അവഗണിച്ചുകൊണ്ട് തനിക്ക് മരണം വന്നാലും അതിന് തയ്യാറാവുന്ന ആളുകളില്ലേ? അത് സ്നേഹത്തിന്റെ എക്സ്റ്റൻഷൻ അല്ലേ? അറിവിന്റെ എക്സ്റ്റൻഷൻ അല്ലേ? അതൊന്നുകൂടെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് വിചാരം ചെയ്തിട്ട് എല്ലാറ്റിലേക്കും വ്യാപിപ്പിച്ചാൽ ജ്ഞാനിയായി. സാധിക്കും, വിചാരം കൊണ്ട് സാധിക്കും. നമ്മൾ വിചാരം കൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നതാണ്. ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബോധത്തിലേക്ക് നമ്മൾ ചുരുങ്ങിയതാണ്. നമ്മുടെ സങ്കോചം അങ്ങനെ കാലാന്തരങ്ങളിൽ നമ്മൾ ചിന്ത ചെയ്ത് വരുത്തി വെച്ചതാണ്. ഇതിനെ നമുക്ക് ഈ മുട്ടയെ പൊട്ടിച്ച് നമുക്ക് പുറത്തേക്ക് പറക്കാം. ഈ ശരീരമാകുന്ന മുട്ട പൊട്ടിച്ച് അനന്തവിഹായസിലേക്ക് ഉയരുന്ന പക്ഷികളെ പോലെ നമുക്ക് പറക്കാം. അപ്പോഴാണ് നമ്മൾ ദ്വിജത്വം പ്രാപിക്കുന്നത്, നമ്മൾ ജ്ഞാനികളാവുന്നത്. ദ്വിജ ശബ്ദത്തിന് ബ്രാഹ്മണൻ എന്നും പക്ഷി എന്നും അർത്ഥം. അപ്പൊ ഒരു പക്ഷി എങ്ങനെയാണോ തന്റെ ദേഹാഭിമാനം വിട്ട്, എന്ന് വെച്ചാൽ മുട്ട പൊട്ടിച്ച് ആകാശത്തിലേക്ക് പറന്നുയരുന്നത്, അതുപോലെ ഒരു ദേഹാഭിമാനം വെടിഞ്ഞ് മുകളിലേക്ക് പോകുന്ന ഉയരുന്ന ഒരാൾക്കാണ് ദ്വിജ ശബ്ദത്തിന് യഥാർത്ഥത്തിൽ അർത്ഥം. അല്ലാതെ കഴുത്തിൽ ഒരു നൂല് മാറ്റിയത് കൊണ്ട് ഒരാൾ ദ്വിജനൊന്നും ആവില്ല. ഒരു പൂണോൽ എന്നതായിട്ടുള്ള ഒരു അലങ്കാരം കഴുത്തിൽ ചാർത്തിയത് കൊണ്ട് ദ്വിജത്വം വരില്ല. യഥാർത്ഥ ദ്വിജത്വം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. ഈ ശരീരമാകുന്ന ഷെല്ല് പൊട്ടിച്ച് അനന്തതയിലേക്ക് പ്രവേശിക്കണം. അപ്പോഴേ അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിലേക്ക് അവന് ഉയരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ആശയം ഇതില് നിറച്ചു വെച്ചിരിക്കുകയാണ്. ചിന്തിക്കുക. സർവവേദാന്ത സാരമാണ് ആ പ്രയോഗം. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. പക്ഷെ സമയം വൈകിയിരിക്കണു. ഗംഭീര ശ്ലോകമാണ് അടുത്തതുനി. ഉദ്ധൃതനഗ
നഗഭിധനുജ ധനുജ കുലാമിത്ര മിത്ര ശശി ദൃഷ്ടേ ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതിരസ്കാരഃ. തുടങ്ങിയാൽ എനിക്ക് നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് നാളെ കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. 10:30 മണിക്ക് ശിവഭുജംഗ പ്രയാതം കാണാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.